ഇന്ന് നമ്മളുടെ സ്വിമ്മിംഗ് പൂളിന്റെ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാലേ, സമ്മറിൽ കുറച്ച് ദിവസമേ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എയർ ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. ഇത് പുറത്തുനിന്നുള്ള എയർ വലിച്ചിട്ട് അത് ഹീറ്റ് ആക്കി ഉള്ളിലേക്ക് വിടുന്ന ഒരു സംവിധാനമാണ്. സാധാരണ ഇലക്ട്രിക് ഗ്യാസ് പമ്പുകളെക്കാട്ടിൽ 3 ഇരട്ടിയോളം എഫിഷ്യൻ്റ് ആണിത്. അതുകൊണ്ട് തന്നെ എനർജി എഫിഷ്യൻ്റ് ആണ്. ഈ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ ലോങ് ലൈഫാണ്. 10-20 വർഷത്തോളം ഇത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. കോവിഡിന്റെ ഒരു സൃഷ്ടിയാണ്. കോവിഡിന്റെ ടൈമില് നമുക്ക് റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു കുറച്ച് നാളത്തേന്. ഞാൻ മാത്രം ജോലിക്ക് പോകുന്നു, ഇവരെല്ലാം ചുമ്മാ വീട്ടിലിരിക്കുക. ബാവയ്ക്കും കുട്ടനും സ്കൂളില്ല, റോബിനും സാബുജിയും ചുമ്മാ ഇരിക്കുന്നു. നമ്മളുടെ ഷെഫുണ്ടല്ലോ, ആ സമയത്ത് ഇവിടെ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് സമയം പോകുമല്ലോ എന്ന്. അങ്ങനെ കുട്ടനും സാബുജിയും കൂടെ കണ്ടുപിടിച്ചതാണ് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ മേടിച്ചു. റോബിനും സാബുജിയും പ്രണവ് കുട്ടനും കൂടെ എത്ര ദിവസം പണിതു നിങ്ങള്? നമ്മൾ ആദ്യം ഇവിടെ അല്ലായിരുന്നല്ലോ പ്ലാൻ ചെയ്തത്. നമ്മൾ ആദ്യം നമ്മുടെ ഔട്ട് ഹൗസിന്റെ മുന്നിലായിരുന്നു പ്ലാൻ ചെയ്തത്. 15 ദിവസം മിനിമം. നമുക്ക് UK ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ ഇത് മെയിൻ്റനൻസ് നല്ല പണിയാണ് കേട്ടോ. പ്രണവൂട്ടനും ആതിരമോളും കൂടെ 2 ദിവസത്തെ പണിയാണ് ഇത് ഒരച്ച് കഴുകൽ. ഔട്ട്സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമ്മറിലും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ആ തണുപ്പ് നമുക്ക് സഹിക്കാനേ പറ്റില്ല. അതിനാണ് നമ്മുടെ ഈ ഹീറ്റ് പമ്പ്. ആരെങ്കിലും UK ഇങ്ങനെ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സാബുജി പറഞ്ഞതുപോലെ തന്നെ കമന്റ് ഇട്ടാൽ മതി. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. വളരെ എഫക്റ്റീവ് ആണ്. ഈ വീഡിയോ കാണുമ്പോഴേ ചിലരെങ്കിലും ഒക്കെ പറയുമായിരിക്കും, പൈസ ഉള്ളവർക്ക് എന്തുമാകാമല്ലോ എന്ന്. പക്ഷേ ഒരു കാര്യം പറയാം, ഇത് പൈസയൊന്നും ഒത്തിരി ആകുന്ന സംഭവമല്ലോ കേട്ടോ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള കാരണം നമ്മൾ കണ്ടെത്തണമല്ലോ. ഇവിടെയൊക്കെ കുറച്ച് സ്ഥലവും നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറുമാണെങ്കിൽ ഇതുപോലൊരു സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണ്. നമ്മളുടെ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുകയും വേണം, അധ്വാനിക്കുകയും വേണം. ബോള് കളിച്ചും തർക്കിച്ചും കളിച്ചും ചിരിച്ചും കൊച്ചിനെ നീന്തൽ പഠിപ്പിച്ചും ഒക്കെ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഓഫ് അടിച്ചു പൊളിച്ചു. UK ആർക്കെങ്കിലും ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പൂളിന്റെ കേട്ടോ ചോദിച്ചാൽ മതിയേ. വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.